told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ ഞാനും ഫ്രണ്ടും കൂടിയുള്ള ഒരു ഡേ മൈ ലൈഫ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ എണീച്ച് പത്തലാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. അതിൻ്റെ തിരക്കിലാണുള്ളത്. എന്താണ് ഉണ്ടാക്കാനറിയോ? പത്തലുണ്ടാക്കലുണ്ടാ ഗ്രീഷ്മ? ഇല്ല. നിങ്ങെന്ത് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല? ദോശ, നീർദോശ അറിയോ നിങ്ങൾക്ക്? ഉഴുന്ന് ദോശ അല്ലേ? അതെ, ദോശ, ഇഡ്ഡലി, അപ്പം ഇതൊക്കെയാണ് ബേസിക്കലി നമ്മളുടെ. പത്തല് കഴിച്ചിട്ടുണ്ടാ? കഴിച്ചിട്ടുണ്ട്, നീ ഉണ്ടാക്കിയിട്ട്. ആ, അവിടെയൊന്നും ഇങ്ങനെ കഴിച്ചിട്ടില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കുഞ്ഞാ. ഗുഡ് മോർണിംഗ് പറ. നമ്മുടെ വ്ളോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും, നമ്മൾ മസ്കറ്റിൽ ജലാൻപൂരിയിലായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ടേ ഉള്ളൂ ഷിഫ്റ്റായിട്ട്. എൻ്റെ ഫ്രണ്ട് ഗ്രീഷ്മയാണ്, ഗ്രീഷ്മയുടെ മക്കളാണ് കേട്ടോ ഇത്. ഇവർ കുറേ വ്ളോഗിലുണ്ട്. അപ്പോൾ കുറേ ആയി ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഈ വീക്കെൻഡിലാണ് അവർ വന്നത്. കുറേ ആയിട്ടുണ്ട് ഡേ മൈ ലൈഫ് എടുക്കുക. അപ്പോൾ ഇന്ന് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഗ്രീഷ്മ? ബ്രേക്ക്ഫാസ്റ്റിന് പത്തരം ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. കൊല്ലത്തധികം അവർ ദോശയാണ് ഉണ്ടാക്കലുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ നീർദോശയല്ല, ഉഴുന്നിട്ട ദോശയാണ് അവർ അധികം ഉണ്ടാക്കൽ. നീർദോശ എന്ന് അവർക്ക് അറിയേയില്ല. നമ്മൾ കാസർഗോഡ്, അവർ കൊല്ലമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഭാഷയുടെ കാര്യത്തിലായാലും കുറേ വ്യത്യാസമുണ്ട്. നമ്മളധികം ഒത്തുകൂടുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ചർച്ചകൾ നടക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് കൊല്ലം സ്പെഷ്യൽ ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഗ്രീഷ്മയാണ് ഉണ്ടാക്കുന്നത്. അവർ കൊഞ്ചെന്നാണ് പറയല് ചെമ്മീന്. മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പം നമുക്ക് റെഡിയാക്കാം. വെണ്ണ പോലെ അരച്ചെടുക്കുക എന്നാണ് നമ്മുടെ പറയാറ്. എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് തക്കാളിയും ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നെക്സ്റ്റ് ടൈം നമുക്ക് ചട്ടിക്കാം. ചോറ് വാർക്കണോ അല്ലേ? ചോറ് വാർക്കണ്ടേ? ചോറ് വാർക്കാനോ? അരി ഊറ്റാൻ. നമ്മളെ കൊല്ലത്ത് അരി ഊറ്റാൻ. ചോറ് വാർക്കുന്നത് നിങ്ങൾ അരിയോ ചോറ് വാർക്കുന്നേ? എനിക്ക് അരി ഊറ്റാൻ. അരി ഊറ്റുക. ഒരുപാട് വ്യത്യാസം. ഇതിപ്പോ സംസാരിച്ച് നിനക്ക് കുറെ കൊല്ലം കിട്ടും. അതെ, എനിക്ക് വരും. നിങ്ങളുടെ എന്താപ്പാ അതൊക്കെ എനിക്ക് ഇടയ്ക്ക് വരും. ആദ്യം അധികം മുത്തിന്റെ എല്ലാം കേട്ടിട്ട് കൊല്ലം ഭാഷ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. ആദ്യമെല്ലാം മനസ്സിലാവുന്നുണ്ട്, മുത്തിന് മനസ്സിലാവുന്നു. ഇന്നലെ ആദ്യം എന്തോ ഒരു വേർഡ് പറഞ്ഞപ്പം മുത്ത് പറഞ്ഞു മമ്മിക്കത് അറിയത്തില്ലേ, ഇതാണ് വേർഡെന്ന് പറഞ്ഞിട്ട് അവള് പറയുന്നത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. ആദ്യമൊക്കെ നോർമൽ ഇതായിരുന്നു സംസാരിക്കുന്നത്. ആദ്യം ഇപ്പം എനിക്ക് നാട്ടിൽ പോയിട്ട് വന്നിട്ടാണോ? അതെ, നാട്ടിൽ പോയി വന്ന ശേഷം ആദ്യം ഫുള്ള് കർമ്മ ഭാഷയായി. അതിന് മുമ്പ് ഒരാൾ നമ്മുടെ കൂടെ ആയിരുന്നു, നമ്മുടെ ഒരു ഭാഷയായിരുന്നു, കാർട്ടൂൺ ഭാഷ, അച്ചടി ഭാഷ. മലയാളം പറയാൻ പഠിച്ചതിന്റെ കാർട്ടൂൺ ഭാഷ. ഇത് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അരപ്പ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് തിളക്കാൻ വെക്കാം. ഇതിലേക്ക് പച്ചമുളകും പുളിവെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിള തുടങ്ങി. പക്ഷേ കുറച്ചുകൂടെ ഒന്ന് പറ്റിയിട്ട് നമുക്ക് മീനിടാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി നീണ്ടുപോയി. ഇപ്പോൾ കൊഞ്ചിനകത്ത് വെള്ളം ഇറങ്ങുമല്ലോ. ചെമ്മീൻ കൂന്തൽ
നല്ല പറയുന്നത് കാണാം കണ്ടത് അയില മത്തി അയല തന്നെ മത്തിക്ക് ചാറ. മത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറൊരു മീനാണ്. മത്തി എന്ന് പറഞ്ഞാൽ വേറൊരു മീനുണ്ട്. ചാള മത്തി വേറൊരു മീനാണ്. അത് അല്ല ചാളയുടെ കൂട്ട് തന്നെ ഇരിക്കും, പക്ഷേ പരന്നിരിക്കുന്നേ മുള്ളുള്ളത്. മുള്ളം മത്തി. ചാള ഇവിടെ വന്നിട്ടാണ് ചാളയ്ക്ക് മത്തി എന്ന് പറഞ്ഞ് ശീലിച്ചത്. ഫ്ലെയിമൊക്കെ കുറച്ച് കൊഞ്ചിടാൻ പോകുന്നു. പട്ടിപ്പിടിച്ചത് അല്ല, ഫ്ലെയിം കുറച്ച്. ഇനി ചെറിയ തീയിൽ കിടന്ന് തിള വന്ന് കുറച്ച് തിളച്ച്. കൊഞ്ചിന് അധികം വേവില്ലല്ലോ, വലിയ വേവില്ല. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ പോകും. തിള വരുന്നുണ്ട്, പക്ഷേ കുറച്ച് ഒരു 10-15-20 മിനിറ്റോളം കിടന്ന് വേവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്, കറിവേപ്പില ഇല്ലെന്ന് പറയില്ല, അതിനെ കറിവേപ്പില ഇല്ലാതെ തളച്ചെടുക്കാം. അതാ ഫൈനല് സ്റ്റെപ്പായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ടതായി സങ്കല്പിച്ചിരിക്കുന്നു. കഴിഞ്ഞല്ലേ? ഞാൻ അടച്ചു വെച്ചാൽ അങ്ങനെ നമ്മുടെ കൊല്ലം കൊഞ്ചേറി റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം പോകുന്ന എന്നിട്ട് ആദ്യം പറഞ്ഞത്, പിന്നെ അവരിതാ പ്ലാൻ മാറ്റിയിട്ടുണ്ട്, വേറെ പോകാനുള്ളതുകൊണ്ട് ഇതാ ഉച്ചയ്ക്ക് തന്നെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് സൺസ്ക്രീൻ ഒന്നുമില്ല. ഇങ്ങനെ നല്ല സൺസ്ക്രീൻ തേക്കേണ്ടത്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ റെഡി ആയല്ലേ? അതെ, പോയി വരാം. ഇനി എപ്പോൾ വരുന്നത്? നെക്സ്റ്റ് വീക്ക് ടൈമല്ലേ? ഇപ്പം ഇത് ഉച്ച വരെയുള്ളത് മാത്രമേ ഉള്ളൂ. വൈകുന്നേരം പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഉച്ചക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം എന്ന് പറഞ്ഞിട്ട് ടൈം ലൈഫ് തുടങ്ങിയത്, പക്ഷെ പെട്ടെന്ന് അത് ഉച്ചയായി. പ്രതീക്ഷയില്ല പെട്ടെന്ന് അർജൻറ്റായിട്ട് പോകുന്നുണ്ട്. അല്ല, രാവിലെ ഉച്ച വരെ തന്നെ ഒരുപാടുണ്ട്. അപ്പം അതന്നെ. ഓക്കെ, അപ്പം ബൈ ബൈ. എടാ, നീ സ്റ്റിച്ച് ചെയ്തല്ലേ? അടിപൊളി. യൂട്യൂബ് നോക്കി സ്റ്റിച്ചിങ് പഠിച്ച്. അതല്ലേ? തുണി നാട്ടിൽ നിന്ന് എടുത്തതാ? അതെ, നാട്ടിൽ കുറേ നാളെ കൊണ്ടുവന്നിട്ട്, പക്ഷേ ഇപ്പോഴാണ് തയ്ക്കാൻ സമയത്ത്. ഈ ഹക്കോബയുടെ തുണി ട്രെൻഡിങ് ആയ സമയത്ത് കൊണ്ടുവന്നത്. തയ്ക്കാൻ പറ്റിയിരിക്കില്ല. അങ്ങനെ നമ്മൾ ചെമ്മീൻ കറിയെല്ലാം കൂട്ടി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അവർ പോകുന്ന തിരക്കായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടാ. ഇനി എപ്പോൾ വരുന്നത്? ഇനി നെക്സ്റ്റ് വീക്ക്. ഓക്കെ. ഇനി ഉറക്കമായിരിക്കും, അതാ ഇങ്ങനെല്ലാം ആയി. ഫുഡെല്ലാം കഴിച്ച് ഉറങ്ങണം. നാളെ 11 മണിക്ക് എണീക്കുന്നത്, നമ്മളോട് രാവിലെ ചാടി എണീറ്റില്ലേ. അങ്ങനെ അവർക്ക് ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയല്ലേ ഉള്ളൂ, ബാക്കി ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.